ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേറ്റ് 15th May 2026. ഇന്നത്തേക്കുള്ള പ്രീ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോ ആണ്. ഞാൻ ഇന്നലെ നൈറ്റ് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്. സം കൈൻഡ് ഓഫ് ബിസി സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ നടന്ന മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാവും, മാർക്കറ്റിൽ നല്ലൊരു ഫാസ്റ്റ് റിക്കവറിയാണ് മാർക്കറ്റ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു കൈൻഡ് ഓഫ് ഒരു കൺഫേംഡ് റിക്കവറിയും കൂടിയാണ്. മാർക്കറ്റിലൊരു പോസിറ്റിവിറ്റി ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൽ വോളറ്റൈലിറ്റി മാർക്കറ്റിലുണ്ടാവും, എക്സ്പയറി ഡേ ആയതുകൊണ്ട്. ഫസ്റ്റ് ഹാഫിൽ മാർക്കറ്റിലൊരു ഡൗൺ ഫോൾ ആയിരുന്നു. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ എൻട്രി കിട്ടിയിട്ടുള്ളത്. സെല്ലിംഗ് സൈഡ് അതൊരു ഡീസൻറ്റ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിന് ശേഷം മാർക്കറ്റിൽ ഇനീഷ്യൽ റിക്കവറി ആയിരുന്നു, നല്ല ഫാസ്റ്റായിട്ടുള്ള റിക്കവറി ആയിരുന്നു മാർക്കറ്റിൽ. അപ്പം ഇത് കൺസിഡർ ചെയ്തിട്ടും മാർക്കറ്റിൽ ഇന്നത്തെ ഒരു പ്രോബിലിറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ സിറ്റുവേഷൻ സിമിലറാണ്. ആദ്യം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് തുടങ്ങാം. ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വന്നു ഓപ്പൺ ചെയ്തു, ഡയറക്റ്റ്ലി മാർക്കറ്റ് എന്ത് ചെയ്തു, 53,500 ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടാണ് മാർക്കറ്റ് മേലോട്ടൊരു സിറ്റുവേഷൻ കവറപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി ഇവിടെ നിന്നുണ്ടാവും ഒരു ഫെയിലിയർ സിറ്റുവേഷനാണ് മാർക്കറ്റ് ഇവിടെ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലൊരു അതും ലോവർ ലെവലിലാണ്. അതായത് ഇപ്പോൾ നിൽക്കുന്നതിൽ ഇപ്പോൾ ഡേ ക്യാനിൽ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റിൽ ഇന്നത്തെ ഒരു ട്രെൻഡ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട്. അത് മാർക്കറ്റ് നിൽക്കുന്നതിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ലോവർ ലെവലിലോട്ട് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്ത് അതായത് 53,500 ടെസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത മാർക്കറ്റാണെന്നുണ്ടെങ്കിൽ അതും ഇന്നത്തെ ക്ലോസിങ് വന്നിട്ടുള്ളത് സം കൈൻഡ് ഓഫ് ഒരു എൻഗുൾഫിൻ സിനാരിയോ എന്നുള്ള രീതിയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു കണ്ടീഷൻ നോക്കുമ്പോഴും മാർക്കറ്റിൻ്റെ ഒരു സ്ട്രെങ്ത്ത് അങ്ങനെ ഒരു ഫെയിലർ ചെയ്ത് മാർക്കറ്റ് മേലോട്ട് കവറപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് അത് നല്ലൊരു സ്ട്രെങ്ത്തി മൊമെൻറ്റം നടത്തിയത് കൊണ്ടും മാർക്കറ്റിൽ നിന്നൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ അഥവാ മാർക്കറ്റിൽ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു കാര്യമാണ് SL ലണ്ടിങ് റൂൾ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്രേക്കൗട്ടിന് ശേഷം മാർക്കറ്റിൽ ബയ്യർ കയറാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ടെക്നിക്കലി ചാൻസസ് ആർ ഹൈ എന്ന് പറഞ്ഞാൽ ഒരു പരിധിയിലേറെ മാർക്കറ്റിൽ ഈ ഒരു മൊമെൻറ്റത്തിന് ശേഷം റീറ്റെയിലേഴ്സ് എപ്പോഴും എന്ത് ചെയ്യും, നല്ലൊരു റീട്രേസ്മെൻറ്റ് ഓർ സംതിങ്ങിന് എന്ത് ചെയ്യും മാർക്കറ്റിൽ ട്രൈ ചെയ്ത് നോക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ വന്നതിന് ശേഷം മാർക്കറ്റ് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് സം കൈൻഡ് ഓഫ് ഇതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് മാർക്കറ്റിൽ എന്ത് ചെയ്യും, മാർക്കറ്റിലൊരു പ്രൈസ് കിട്ടാൻ വേണ്ടി റീറ്റെയിലേഴ്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ മാർക്കറ്റ് ഈ ബ്രേക്കൗട്ട് ചെയ്തതിന് ശേഷം എക്സാക്ട്ലി വന്നത് ഈ ഒരു ലെവലിലായിരുന്നു. ഈ ലെവലിൻ്റെ പ്രത്യേകത എന്താ നിങ്ങൾക്കറിയാം, അതായത് 54,500 ലെവലിൻ്റെ അടുത്ത് മാർക്കറ്റ് നല്ല റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ റാൻഡം സെല്ലേഴ്സും ട്രൈ ചെയ്യും. കാരണം ഹയർ ലെവലിൽ റീറ്റെയിലേഴ്സ് മാർക്കറ്റിൽ സെല്ല് ചെയ്യാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് എല്ലാവരുടെ മൈൻഡ് സെറ്റിൽ എന്തായിരിക്കും, സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ദിസ് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരിക്കും എല്ലാവരും മൈൻഡിലുണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും മൈൻഡിലും ടെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ലാസ്റ്റ് ആ റിജക്ഷൻ വന്നത്. അതായത് ഇത്രയും ഫോളോ ചെയ്ത മാർക്കറ്റ് ആൻഡ് റീട്രേസ്മെൻറ്റ് വന്നു ആൻഡ് മാർക്കറ്റ് ഇങ്ങനെ പോകും. ഈ ഒരു സൈക്കോളജിയാണ് എല്ലാവരും മൈൻഡിലും ക്രിയേറ്റ് ആവുക. അപ്പം മാർക്കറ്റ് എപ്പോഴും ഇങ്ങനത്തെ സിറ്റുവേഷൻസിന് ഓപ്പോസിറ്റ് ആയിക്കൊരു മാർക്കറ്റ് എപ്പോഴും റിയാക്ട് ചെയ്യുക, മനസ്സിലായ. അപ്പം അതിനെ ബെനിഫിറ്റായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് എടുക്കാൻ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നോക്കുമ്പോൾ ഈ ഹയർ ലെവലിൽ നിന്ന് മാർക്കറ്റിൽ സെല്ലറായിരിക്കും ഒന്നും കൂടി ആക്ടിവേഷൻ ഉണ്ടാവുക. അഥവാ ബയ്യർ മാർക്കറ്റിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മാർക്കറ്റ് ആ റീട്രേസ്മെൻറ്റ് ലാസ്റ്റ് കൊടുത്തുകൊണ്ട് ഡെഫിനറ്റ്ലി ബയ്യർ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. ഇപ്പോൾ എന്തുകൊണ്ട് എക്സിറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇങ്ങനത്തെ ഒരു മൊമെൻറ്റത്തിൽ മാർക്കറ്റിൽ റീറ്റെയിലേഴ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തന്നെ ഒരു കൺഫർമേഷൻ കിട്ടില്ല. വളരെ ലെസ്സർ ബയേഴ്സ് ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക, റൈറ്റ്. നല്ല റീട്രേസ്മെൻറ്റ് മാർക്കറ്റിൽ കിട്ടിയിട്ടില്ല, അതായത് ബ്രേക്കൗട്ട് ചെയ്ത് മാർക്കറ്റ് ലെവലിന് മേലെ നിന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി ബയേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ പൊസിഷൻ കുറച്ച് എക്സിറ്റ് ആയിട്ടുണ്ടാവും ഒരു പരിധിയിലേറെ. അപ്പോൾ ഉള്ളത് ഹയർ ലെവലിൽ ഇരിക്കുന്ന കുറച്ച് സെല്ലേഴ്സ് ഉണ്ട്. ആൻഡ് മാർക്കറ്റിൽ ഇത്രയും നല്ലൊരു ഫെയിലർ സിറ്റുവേഷൻ കൺവേർട്ട് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ നാളത്തെ ദിവസം അതിൻ്റെ ഒരു മൊമെൻറ്റം കണ്ടിന്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇതേ സെയിം കണ്ടീഷൻസാണ് നമുക്ക് നിഫ്റ്റിയിലുള്ളത്. ആൻഡ് റീട്രേസ്മെൻറ്റ് കണ്ടാൽ മനസ്സിലാവും, നല്ല റീട്രേസ്മെൻറ്റ് മാർക്കറ്റ് ലാസ്റ്റ് വന്നിട്ടുണ്ട്. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കയറിയിട്ടുണ്ടായിരുന്ന റാൻഡം ബയേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അവരെ മാർക്കറ്റ് റീടെസ്റ്റിൽ പൊസിഷൻ എക്സിറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസെക്സിൻ്റെ ക്ലോസിങ്ങും ഒരു ലെവലിൻ്റെ ഒരു മിഡിലാണ്. അപ്പം ബയ്യർ കൺഫ്യൂസ്ഡ് ആണ്, ബയ്യർ കയറാനും അതായത് കയറിയിട്ടുണ്ടെങ്കിൽ റീട്രേസ്മെൻറ്റിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ആൻഡ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നൊരു പ്രൈസ് ആക്ഷൻ ആയതുകൊണ്ട് അപ്പോൾ ഈ മൊമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക, മനസ്സിലായോ. അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്ന സിമ്പിൾ കാര്യം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കണ്ടീഷൻ നമ്മൾ വിലയിരുത്തിയിട്ട് ഫ്ലാറ്റ്, ഗ്യാപ്പ് അപ്പ്, ഗ്യാപ്പ് ഡൗൺ, ബൈയിങ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, സെയിം കണ്ടീഷനാണ് നമുക്ക് എന്ത് നിഫ്റ്റിയിലും
ആൻഡ് സിമിലർലി ബാങ്ക് നിഫ്റ്റിയിലുള്ളത് ഫ്ലാറ്റ് ഗ്യാപ് ഡൗൺ നമുക്കൊന്നുകൂടി സേഫാണ് എല്ലാ ഇൻഡെക്സിലും. ഗ്യാപ്പ് അപ്പ് സേഫ് അല്ല എന്നല്ല, ബട്ട് പ്രൈസ് ആക്ഷൻ റിലേറ്റഡ് മാർക്കറ്റ് ഒന്ന് കൺഫ്യൂസ് ചെയ്യും. ഇനീഷ്യൽ റിക്കവറി പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കിയിട്ട് ചെയ്യാം. ബട്ട് റിജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്ന് കൺഫ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നോക്കിയിട്ട് തിരക്ക് കൂട്ടാണ്ട് എൻട്രി എടുക്കണമെന്ന് പറഞ്ഞത്. ആൻഡ് നെക്സ്റ്റ് സിനാരിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റിയാണ്, സെയിം കണ്ടീഷനാണ്. ഫ്ലാറ്റ് ഗ്യാപ് ഡൗൺ മാർക്കറ്റിൽ ബൈയിങ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാണ്. ഗ്യാപ്പ് അപ്പിലും ബൈയിങ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ പ്രൈസ് ആക്ഷൻ റിലേറ്റഡ് കുറച്ച് കൺഫ്യൂഷൻ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് ഇന്ന് കാണുന്നൊരു പ്രോബബിലിറ്റി. സോ മാർക്കറ്റ് അനുസരിച്ച് നമുക്ക് വാച്ച് ചെയ്യാം. സോ സീ യു ഗൈസ് ടുമാറോ. ബൈ.